നമ്മളങ്ങനെ വീണ്ടും കൊച്ചി തന്നെ പോവുകയാണ്. ഇന്നത്തെ യാത്ര കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. കാർഗോ ഇറക്കാനാണ്. അപ്പോൾ പോയോക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട്. ഇനി കുന്നുംപുറം, കൊളപ്പുറം, കൂരിയാട്, കുറ്റിപ്പുറം, എടപ്പാൾ, ചങ്ങരംകുളം അങ്ങനെ. അപ്പം നമ്മൾ കുന്നുംപുറത്തി കുന്നുംപുറം ഇവിടുന്ന് നേരെ കുന്നുംപുറത്ത് നേരെ കൊളപ്പുറം. അങ്ങനെ നമ്മൾ കൊളപ്പുറത്ത് നിന്ന് ഹൈവേക്ക് കയറുകയാണ്. ഇനി കൂരിയാടാണ്. കൂരിയാട് പാലിടിഞ്ഞുകൊണ്ട് സർവീസ് റോഡാണുള്ളത്. റോഡ് ഇടിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ഹൈവേക്കട് കയറും. പിന്നെ കുറ്റിപ്പുറം നമ്മൾ വെട്ടിച്ചിറ ടോള് വെട്ടിച്ചാട്ടാണ് പോവുക. ആണ് പാലടിഞ്ഞത്. റോഡ് ഇടിഞ്ഞത്. ഇവിടെ രണ്ടാമത് പാലുണ്ടാക്കി. ഇനി നമ്മൾ നേരെ ഹൈവേക്കട് കയറും. ഹൈവേന്ന് വെട്ടിച്ചിറ ടോള് വെട്ടിച്ച് നേരെ കുറ്റിപ്പുറം. സർവീസ് റോഡ് ഇങ്ങനെ അവിടെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ നേരെ ഹൈവേക്ക് ഇങ്ങനെ കയറാം. നല്ല ഹൈവേക്ക് ഇങ്ങനെ കയറാം. ഇനി നേരെ പോവാം. അങ്ങനെ നമ്മൾ ടോള് വെട്ടിക്കാൻ വേണ്ടി എക്സിറ്റ് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ പോന്ന് ഇരുന്നാവായക്ക് തിരിയണ റോഡത്. ഈ പാലം കഴിയുമ്പോൾ ഒരു ചുങ്കാണ്ട് ഒരു 10 രൂപ. ഇവിടുന്ന് നേരെ കുറ്റിപ്പുറം പാലം അവസാനിക്കുമ്പോൾ ഒരു ചുങ്കം 10 രൂപ. ആ കൊടുത്തിട്ട് റൈറ്റിക്ക് തിരിയാം. കുറ്റിപ്പുറം എത്താൻ ആയി. ഇതാണ് കുറ്റിപ്പുറം പഴയ പാലം. അങ്ങനെ ഇപ്പം നമ്മളെത്തിയത് എടപ്പാൾ. ഇനിയും പോകണ്ട ഇവിടുന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ റൂട്ടല്ലത്. കഴിഞ്ഞ പ്രാവശ്യം പോയ റൂട്ട് പറഞ്ഞാൽ പുതിയ ഹൈവേ വഴി പോയിനി. പൊന്നാനി, ചാവക്കാട്, പറവൂർ നോർത്ത്, പറവൂർ വഴി അങ്ങനെ പോയിരുന്നത്. ഇത് കുറ്റിപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എടപ്പാൾ, ചങ്ങരംകുളം, തൃശ്ശൂർ ആ വഴിക്കാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് നമുക്ക് 90 കിലോമീറ്റർ ഓടാണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി ഇവിടെ എത്തി അറിയില്ല. ഇനിയും പോവാണ്ട്. തൃശ്ശൂർ എത്തിയില്ല. ഒരു 115 കിലോമീറ്റർ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയും പോരാൻ തന്നെയാണ്. 10:30 കൊച്ചി എയർപോർട്ടിൽ എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. നമ്മൾ ഹൈവേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ പാലിയേക്കര ടോള് എടുത്തിട്ട് പോകണം. അങ്ങനെ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 46 മിനിറ്റ് പോവാണ്ട്. സമയം 9:45. വരെ 6 മണിക്കായി. ഇതാണ് നമ്മളെ ലോഡ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഒരു 3-4 കിലോമീറ്റർ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവർ വിളിക്കും. അപ്പോൾ ഉള്ളിലേക്ക് പോകാനാണ്. അങ്ങനെ ഓലെ വിളിയും കാത്ത് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അവിടെ ഒരു 10:15 അവിടെ എത്തിയിട്ട് പോസ്റ്റാണ്.
അങ്ങനെ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പം എയർപോർട്ടിലെത്തി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾട്ടായി കിടക്കുകയാണ്. ഇവിടെ നല്ല ആൾട്ടിങ്ങാണ് കിട്ടിയത്. ആ നേരെ കാണുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇറക്കി വെക്കേണ്ട ഗോഡൗൺ വെയർ ഹൗസ്. മറ്റേതാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അവിടെയാണ് വരല്. ഇവിടെ ആൾട്ടിങ് തന്നെയാണ്. നമ്മൾ രാവിലെ 10:18 ആൾട്ടായതാണ് വേറെ സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഉച്ചൻ്റെ ഒരു 2:30-3 ആവാൻ നേരത്ത് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയായി. ഇപ്പോഴാണ് ഏജൻറ്റ് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ വരാമെന്ന് പറഞ്ഞത്. എന്താ ചെയ്യുക? സമയം 5 മണിയായി. ഇപ്പോഴും ഉള്ളിലേക്ക് വിളിച്ചില്ല. ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു രാവിലെ 10 മണി മുതൽ ഉള്ള കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ 5:30ക്കാണ് ലോഡ് കംപ്ലീറ്റ് ഇറക്കി കഴിഞ്ഞത്. ഇനി നേരെ നാട്ടിൽ ഒറ്റപ്പെടുത്തും. 120 കിലോമീറ്റർ 4.5 മണിക്കൂറാണ് കാണിക്കണം. അങ്ങനെ നീണ്ട സമയത്തിന് ശേഷം എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം അടുത്ത ബ്ലോക്ക് ആയിരിക്കും. പോയോക്കാം. നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി ഇങ്ങനെ പോരുകയാണ്. ഇനിയും പോരാണ്ട് ഇവിടെ ഒരു ചായ കുടിക്കണം. നമ്മളിത് അങ്ങനെ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഓരോരുത്തർ വരും നല്ല സ്പീഡ് പോകുമ്പോൾ. നമ്മളങ്ങനെ ഓരോ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാഫിക്കിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കും. ഇനിയും പോകാനുണ്ട് ഒരുപാട് പ്രശസ്തമായ പാലിയേക്കര ടോളിലാണുള്ളത്. കുറേ നേരമായി. അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലക്ഷ്യം എടപ്പാളിന്ന് കുറ്റിപ്പുറം. അങ്ങനെയാണ് നമ്മളെ റൂട്ട് നിലവിൽ. പിന്നെ ടോള് കൊടുത്ത് വെട്ടിച്ചാൽ നിൽക്കില്ല, കൊടുത്തു പോയത്. നമ്മളങ്ങനെ ചെങ്ങരംകുളം കഴിഞ്ഞ് പിന്നെ അടുത്തത് എടപ്പാൾ കുറ്റിപ്പുറം. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ഹൈവേക്ക് കയറാൻ പോവാണ്. അങ്ങനെ സർവീസ് റോഡ് കൂടെ ഇങ്ങനെ കയറി ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങനെ ഹൈവേക്ക് ഇങ്ങോട്ട് കയറും. ഓക്കെ, ഇനി കുളപ്പുറം. നമ്മളങ്ങനെ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി ഇനി അരീക്കോട് റോഡിന് കയറുക. അരീക്കോട് നേരെ പിടിക്കാം റോഡ്. കൊണ്ടോട്ടി എത്തി. ഓക്കെ, നമ്മളങ്ങനെ അരീക്കോടെത്തി. അരീക്കോടിന് വണ്ടി നിർത്തുക, പോവുക. ഇന്നത്തെ ഇത് കഴിഞ്ഞു. അരീക്കോട് നമ്മളങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ട്.